ഹായ് ഹലോ നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രതിഭ MLA മകനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊതുസമൂഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൻ ചെയ്തതിൽ അമ്മയുടെ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പൊ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് മുസ്ലിം സമൂഹമാണെന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. അതായത് ഇവരുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചതിനും മുസ്ലിം സമൂഹമാണ് ഇതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി മുസ്ലിം സമൂഹമാണെന്നൊക്കെ പറയുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഈ പറയുന്നത്. എന്തുതരം കമ്മ്യൂണിസമാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് കൂടാതെ സജി ചെറിയാൻ, നമ്മുടെ മന്ത്രിയും കൂടായ സജി ചെറിയാൻ വന്നിരുന്നു. ഒന്ന് വലിച്ചതല്ലേ ഉള്ളൂ, വലിക്കുന്നത് പുള്ളിക്കാരി ഇവര് വലിച്ചത് സിഗരറ്റോ ഇതൊന്നും അല്ലല്ലോ. MDMA പോലുള്ള കഞ്ചാവും MDMA പോലുള്ള സാധനങ്ങളാണല്ലോ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി ഈ ഒരു സംഭവത്തെ പറ്റി നമ്മുടെ വാർത്ത എന്താണെന്ന് നമുക്ക് കാണാം. ഈ പ്രതിഭ ആദ്യം ഈ 24 ഭയങ്കരമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ വാർത്ത എന്താണെന്ന് നമുക്ക് ഒന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഹാഷ്മിയുടെ 24 വന്ന ഒരു വാർത്ത പ്രേക്ഷകർക്ക് അറിവുള്ളതാണ്. കായംകുളം MLA പ്രതിഭയുടെ മകനടക്കം ഒരു സംഘത്തെ കഴിഞ്ഞ ദിവസം തകഴി വിരിപ്പാലയിൽ നിന്നും കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയതാണ്. അങ്ങനെ ഒരു വാർത്തയേ ഇല്ല, അങ്ങനെ ഒരു കേസുമില്ല. 24നും മറ്റു മാധ്യമങ്ങൾക്കുമെതിരെ നിയമ നടപടി എന്ന പ്രതിഭയുടെ വിരട്ടാണ് കേട്ടത്. ഇന്നലെ എക്സൈസിന്റെ FIR പുറത്തു വന്നു. മകനടങ്ങുന്ന സംഘത്തിന്റെ പക്കൽ നിന്നും കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതവും താഴെ ദ്വാരമുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായത്തണ്ടടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി എല്ലാവരുടെയും പേരടക്കം പ്രതിപാദിക്കുന്ന FIR. വ്യാജവാർത്ത എന്ന വാദം പൊളിഞ്ഞതോടെ നികൃഷ്ടമായ നിന്ദ്യമായ അധിക്ഷേപങ്ങളുമായി MLA വീണ്ടും രംഗത്തെത്തി. അത് 24 മാത്രം കൊടുത്ത വാർത്തയല്ല, ഏഷ്യാനെറ്റ് ന്യൂസും മനോരമയും റിപ്പോർട്ടറും അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും കൊടുത്ത വാർത്തയാണ്. 24 റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയെയും അടക്കം പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ പിന്നങ്ങ് അധിക്ഷേപമാണ് ഒരു MLA. പിന്നാലെ എത്തി CPMന്റെ സൈബർ ഗൂണ്ടാപ്പട. ശ്രീകണ്ഠൻ നായരെയും ഹാഷ്മി താജ് ഇബ്രാഹിമിനെയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് നെറികെട്ട വാക്കുകളും തെറിപ്പൂരവും. വീട്ടിൽ കയറി വെട്ടും ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്ന് ഒരു MLA വീണ് മാത്രം മനസാക്ഷി പറ്റിയവരാണ്. മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് നാണക്കേടാണ്. വൈകൃത ജന്മങ്ങൾ അവരുടെ പരിക്കണം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂടെ ബാധകമാവുന്ന രീതിയിലാണ്. അപ്പൊ അത് അങ്ങനെ പറയാം. ആ ഒരു പ്രസ്താവന ഞാൻ ലാസ്റ്റ് എന്തായാലും ഈ വീഡിയോയിൽ വെക്കാം. അതല്ലാതെ ഈ പറയുന്ന ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സജി ചെറിയാൻ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് ഈ പറയുന്ന ഒന്ന് വലിച്ചതല്ലേ ഉള്ളൂ, MDMA അടക്കമുള്ള സാധനങ്ങളാണ്, ഒന്ന് വലിച്ചതല്ലേ ഉള്ളൂ, അതൊക്കെ ഞാനും ചെയ്യുന്നതാണ്. പുള്ളി MDMA വലിക്കുമെന്നറിയില്ല. അപ്പൊ ഇതേ കണക്കുള്ള കഞ്ചാവും MDMA ഒക്കെ പുള്ളി വളരെ സിമ്പിളായിട്ടാണ് കാണുന്നത്. ഇതെന്ത് രാഷ്ട്രീയ നേതാവാണെന്ന് വളരെ ലജ്ജയോടെ ചോദിക്കേണ്ടി വരും സജി ചെറിയാൻ. അപ്പൊ സജി ചെറിയാൻ പറഞ്ഞതും കൂടെ നമുക്കൊന്ന് കാണാം. പ്രതിഭായുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല, ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു, ഞാനും പുക വലിക്കുന്നതാണ്, വല്ലപ്പോഴും റിസൾട്ട് പേടിയൊന്നും പറയും. പുക വലിച്ചു FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവര് കമ്പനി അടിക്കും, വർത്താനം പറയും, ചിലപ്പോൾ ഒരു പുക വലിച്ച, അതിനെന്താ വലിച്ച ശരിയാണെന്നല്ലേ, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. ഇദ്ദേഹത്തെ പോലെയൊക്കെ ഒരു മന്ത്രി ജീവിച്ചിരിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന തന്നെ ആപത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇദ്ദേഹം ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നുമല്ല, ഒരു പെട്ടെന്നൊരു സ്ഥാനം കിട്ടി കയറി വന്നതിന്റെ ഒരു അഹങ്കാരമൊക്കെ ആയിരിക്കാം. ഇത് പിന്നെ സഹിക്കാം. PC ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ഇതിനകത്തും ഈ സജി ചെറിയാൻ അവിടെ ഇവിടെയൊക്കെ മുസ്ലിങ്ങള് ജിഹാദികൾ എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം പോട്ടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് PC ജോർജ് ഈ പ്രായമാരി വന്നിട്ട് ഇതെല്ലാം മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്, ജിഹാദികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ അർത്ഥം ഇനി സംഘികൾക്കും PC ജോർജിനും ഒന്നും മനസ്സിലാവാത്തോണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. ജിഹാദി എന്ന് പറയുന്ന അർത്ഥം ശരിക്കും പോരാളി എന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങൾ എന്തിനെ എതിർക്കുന്നു? ഇപ്പൊ നിങ്ങൾ വിപ്ലവകാരി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലൊരു വാക്ക് മാത്രമാണ് ഈ ജിഹാദി എന്നുള്ള വാക്ക്. നിങ്ങൾ എതിർക്കുന്നവൻ അല്ലെങ്കിൽ പോരാടുന്നവൻ, അങ്ങനെയൊക്കെയുള്ള അർത്ഥം. അതിന് ഈ പറയുന്ന ഒരു എന്തോ വലിയ തീവ്രവാദ പ്രവർത്തനമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കുറെ നാളായിട്ട് PC ജോർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ എന്തായാലും PC ജോർജ് യൂത്ത് പ്രതിഭയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു സംസാരിച്ചിട്ടുണ്ട് ഫോൺ കോളിൽ. നമുക്കതും കൂടെ ഒന്ന് കേട്ടു. ഓക്കെ സാർ, പറഞ്ഞു. യൂത്ത് പ്രതിഭ MLA എനിക്ക് വളരെ നാളുകളായിട്ട് അറിയാം. വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള വളരെ നല്ല സ്ത്രീയും രാഷ്ട്രീയമായി വ്യക്തിത്വമുള്ള സ്ത്രീയുമാണ്. അവരുടെ മകനെ പറ്റി ഞാൻ പഠിച്ചിടത്തോളം അവനും വളരെ മാന്യമായി ജീവിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവന്റെ കയ്യിൽ നിന്ന് വേണ്ടാത്തൊന്നും പിടിച്ചെടുത്തിട്ടില്ല. അവൻ ഉൾപ്പെട്ട ഒരു വിഭാഗം ചെറുപ്പക്കാരിൽ നിന്ന് പോലീസ് MDMA കിട്ടി. പക്ഷെ അധികം പ്രതിയാണെന്ന് അങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയത്തോളം അവനെ ജിഹാദികളെല്ലാം കൂടി അവന്റെ പേര് ഉണ്ടാക്കിയെടുത്താന്ന് വെച്ചാൽ ഒരു MLA മകൻ എന്ന് പറയുമ്പോ രക്ഷപ്പെടാൻ എളുപ്പമുണ്ടല്ലോ പോലീസിന്റെ. അതെ, ആ ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയതാണ്. ആ പയ്യൻ വളരെ നല്ല ചെറുപ്പക്കാരനാണ്. ഈയനം വൃത്തികെട്ട കൂട്ടുകെട്ട് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു. മാലൂർ ന്യൂസ് കേരളയോട് പ്രതികരിച്ച പൂഞ്ഞാർ മുൻ MLA PC ജോർജ് സാറിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. പിന്നെ PC ജോർജിനെ പറ്റി നമുക്ക് പറയാനൊന്നുമില്ല. ഇതുപോലൊരു പട്ടിനാറി, ഇതുപോലൊരു അലവലാതി, സീരിയസ് ആയിട്ടും പറയുകയാണ്. ആ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ നിന്ന സമയത്ത് അവിടെ നിന്ന് കാലുവാരി അവർക്കിട്ട് പണിയാൻ നോക്കി. ലാസ്റ്റ് അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. എന്തെല്ലാം പ്രശ്നം അയാൾ അതിന്റെ പേരിലുണ്ടാക്കി. KM മാണി ലാസ്റ്റ് എന്താ പറയുന്നത്, KM മാണിയെ വിമർശിച്ചവർ പോലും ലാസ്റ്റ് KM മാണിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇയാള് വേറെ എന്താ പറയുന്നത്, ഈ പറയുന്ന സംഘികൾക്കൊപ്പം ചേർക്കും. എന്നിട്ട് സംഘികൾക്കൊപ്പം ചേർന്നിട്ട് അവർക്കിട്ട് പണിങ്ങും. ഇങ്ങനെ ഒരു നാക്കിന് എല്ലുമില്ല. ഇതുപോലൊരു പരമനാറി എന്ന് തന്നെ പറയേണ്ടി വരും, അയാളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇയാള് എന്ത് വന്നാലും ഇപ്പൊ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുകയാണ്. കാര്യം ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഇയാൾക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, ജിഹാദികൾ എന്ന് പറഞ്ഞ തീവ്രവാദം എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇയാൾ സംസാരിക്കുന്നുണ്ട്. ഇയാളുടെ കണ്ടല്ലായ്മയ്ക്ക് നമുക്ക് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യൂത്ത് പ്രതിഭയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതുപോലൊരു കാര്യം പറയാൻ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കണ്ടേ? നിങ്ങൾക്ക് ഇസ്ലാം സമൂഹത്തിന്റെ വോട്ട് വേണ്ടേ? ചിന്തിച്ചു പോവുക. അപ്പൊ ഇത് എതിർത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളൊക്കെ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരുപാട് നല്ലത് ചെയ്തിട്ടുമുണ്ട്. അതൊന്നും നിങ്ങൾ കാണാതെ പോവുകയാണോ? അത് കണ്ടിട്ടും 4 ഹിന്ദു വോട്ടിന് വേണ്ടി നിങ്ങൾ എന്ത് തോന്നിയ അവസരത്തിനും കൂട്ടി നിൽക്കരുത്. ഞാനും ഹിന്ദുവാണ്, ഹൈന്ദവനാണ് എന്ന് കരുതി എൻ്റെ വോട്ടിന് വേണ്ടി നിങ്ങൾ ഒരു കുറേ സാധുക്കളെ ഈ പറയുന്ന തീവ്രവാദികളായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടുന്നത് ഭയങ്കര മോശമാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം മുസ്ലിങ്ങളാണ് ഈ നാട്ടിൽ ചെയ്യുന്ന എല്ലാ തെറ്റിനും കാരണക്കാരെ എന്ന് വരുത്തി തീർക്കാൻ കുറച്ച് നാളുകളുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പ്രസ്താവനകളും ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര മോശമായി പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ പ്രതിഭ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് ഓൾറെഡി വന്നു. ഈ FIR-ഉം മറ്റുമൊക്കെ വന്നു. ഇത് ഇവര് ഒരു കാര്യം ആലോചിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്താണ് ഈ പ്രതിഭയെ പോലെ ഒരു MLA-യുടെ മകൻ ഇതേ കണക്ക് അതും കേരളത്തിലുള്ള പോലീസ് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. നർക്കോട്ടിക്സ് വിഭാഗം ആണ് പിടിച്ചിരിക്കുന്നത്. നർക്കോട്ടിക്സ്. ഓക്കെ. അപ്പം അവര് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ആരുടെ മണ്ടയിൽ ചാരിയിട്ട് എന്താ കാര്യം? നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ എന്താ പറയുക പോലീസ് സംവിധാനം, നിങ്ങളുടെ ആഭ്യന്തരം, ഇതെല്ലാം ഇരുന്നിട്ടും അവിടുന്ന് ഈ പയ്യനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പയ്യനെ തള്ളി പറയുകയാണ് വേണ്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരെ എല്ലാവരും മോശക്കാരാണെന്നുള്ള രീതിയിലാണ് ഈ പ്രതിഭ പറയുന്നത്. ഇവിടുത്തെ മാധ്യമ സംവിധാനമാണ് മുഴുവൻ മോശമാണെന്നുള്ള രീതിയിലാണ്. എന്തായാലും അതും കൂടെ നമുക്കൊന്ന് കേട്ടു പോകാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രതിഭയാണ്.
ഇപ്പം കുറേ ഫോൺ കോൾസ് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ്റെ ഒരു വിവരം അന്വേഷിച്ചുകൊണ്ട്. അപ്പം മനുഷ്യന്റെ മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച്, എല്ലാ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് പേരെങ്കിലും ഉണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് 24-ലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു. കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. എന്നോട് പൊതുവെ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പലപ്പോഴായിട്ട് ഇവര് പലര് കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളും എനിക്ക് ഉണ്ടാവുന്നതും സ്വാഭാവികമാണ്. ആമുഖമായി പറഞ്ഞോട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എനിക്കൊരു എതിർ സ്ഥാനാർത്ഥിക്ക് പകരം മാധ്യമങ്ങളായിരുന്നു അതിലധികവും വന്നത്. ഞാനത് പറയാൻ കാരണം, ഇന്ന് എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവര് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും വട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ എന്തോ കൊടുത്തതായിരിക്കാം. ഞാൻ തുറന്നതിന് നിങ്ങളോട് പറയാം. അപ്പൊ ഇവരോട് എക്സൈസുകാർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു. സ്വാഭാവികമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു. അതിനിപ്പം വാർത്ത വരുന്നത് എന്താ, കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഒരാൾ MLA ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും. പക്ഷെ ഏഷ്യാനെറ്റും 24-ഉം തിരുത്തേണ്ട ഒരു കാര്യം, നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം, കിലോ എത്രയോ 30 ഗ്രാം കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. അവന്റെ കയ്യിൽ 30 ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. നേരെ തിരിച്ച് അതല്ല, നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന തരത്തിൽ എന്നെ സ്നേഹിക്കുന്ന, എന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ചൊരു വാർത്തയായത്. അപ്പൊ അതിന് അവര് എല്ലാവരും എന്നോട് പറഞ്ഞു, നമ്മൾ അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞു. ഇതിലൂടെ അവര് ആ ഏജിലുള്ള കുട്ടികളാണ്, ചിലപ്പോൾ കൂട്ടുകൂടും. തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പൊ എന്റെ മകൻ പോകരുത് എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാണ്. കാരണം എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ്. പക്ഷെ അത് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞ് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ഇല്ലാത്തൊരു വാർത്ത ഏഷ്യാനെറ്റും 24-ഉം ഒപ്പം മീഡിയ വണ്ണും ഒക്കെ കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു വാർത്ത കൊടുത്ത നിങ്ങൾ മാപ്പ് പറയണം. കൂടാതെ ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം. നിരുപാധികം ആ വാർത്ത പിൻവലിക്കണം. മനുഷ്യന്റെ മാംസം കൊത്തിക്കീറി തിന്നുന്നതിനൊക്കെ നല്ല സുഖമായിരിക്കും അല്ലെ മാധ്യമങ്ങളെ, ചിലർക്കെങ്കിലും. അപ്പം എന്നെ പോലൊരു സ്ത്രീ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്നൊരു ആളാണ് ഞാൻ. അപ്പൊ ഒരിക്കലും അത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. അത്രയും ക്യാമ്പയിൻ ഇതിലേക്ക് വിളിച്ചോ നീ അമ്മയുടെ ഫോൺ, സോറി എനിക്കൊരു കോൾ വന്ന. ഈ സമൂഹത്തിലെ ഒരു തെറ്റിന് നേരെ ഫൈറ്റ് ചെയ്യുന്നൊരു സ്ത്രീയായ എന്റെ മകനെ തന്നെ ആ ഒരു വാർത്ത കൊടുക്കുമ്പം അതിലൊരു ചേതോ വികാരവും സുഖവും നിങ്ങൾ അനുഭവിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്പിനാരായണൻ സാറ് പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണ്. ഞാനത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് നല്ല മാധ്യമ സുഹൃത്തുക്കൾ എനിക്കുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ വേദനയാകും. നല്ലവര് പലരും എന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ട് ഈ വാർത്ത ഇടാൻ ശ്രമിച്ചവരുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ നിന്നൊക്കെ എന്നെ വിളിച്ചു. ആ ഒരു മര്യാദ അവർ കാണിച്ചു. റിപ്പോർട്ടറിൽ നിന്ന് അതിന്റെ റിപ്പോർട്ടർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാർത്ത കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും മാംസദാഹികളായിട്ടുള്ള രക്തദാഹികളായിട്ടുള്ള ആരെങ്കിലും ഇട്ടതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 30 ഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് എഴുതുകയാണ്. എംഎൽഎയുടെ മകൻ പ്രതിഭ എംഎൽഎയുടെ മകൻ എഴുതുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ഇത്തരം വേദനകളൊക്കെ നിങ്ങൾക്കൊക്കെ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. കാരണം അത്രയധികം മോശപ്പെട്ടു പോകുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ എഴുതിയവരുടെ തലമുറയ്ക്കും ഒന്നും അങ്ങനെ ഒരു അപകടം വരരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അത്രയ്ക്കും നൊന്ത മനസ്സുമായിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. എന്റെ മകൻ ഇപ്പൊ എന്റെ കൂടെയുണ്ട്. മകനെ കൂടി ഞാൻ കാണിക്കാം. അവനും നല്ല വിഷമമായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പ്രതിഭ MLAയോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു നല്ലൊരു MLA ഒക്കെ ആയിരുന്നു. നിങ്ങളൊരു നല്ല അമ്മയാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇതേ കണക്ക് വന്നിട്ട് ന്യായീകരിക്കത്തുമില്ലായിരുന്നു. ഇവിടെ മാധ്യമങ്ങളല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ പോലീസ് സംവിധാനമാണ് ഈ കുട്ടി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ FIR-ൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം മകൻ ചീത്തയായി പോയി, മോശമായി പോയി, നിങ്ങൾക്ക് നോക്കാൻ പറ്റാതെ മോശമായി പോയെന്ന് കരുതി
ഒരിക്കലും നിങ്ങളൊരു കുറ്റക്കാരിയോ മോശമായ ഒരു ലീഡറോ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ കോടിയേരിയുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. പുള്ളിക്കാരൻ പിന്നെയും ജയിച്ചു. പുള്ളിയുടെ രാഷ്ട്രീയ ഭാവി ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. മക്കൾ തല്ലിപ്പൊളിയായി പോയത് എന്താ പറയുന്നത്, മറ്റു മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ചൊല്ലിക്കൊട് തള്ളിക്കള എന്നുള്ള ഒരു ഇതുണ്ട്. ഇവന് ഈ ലെവലിൽ വളർന്നവ ഇനി നന്നായി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഇമ്മാതിരി ഒരു കൂട്ടുകെട്ടിലും ഒക്കെ പോയിട്ട് അവനെന്താ അറിഞ്ഞൂടെ? ഈ ഒരു പ്രായത്തിൽ 10-17 വയസ്സല്ലേ അവന്. അപ്പൊ അവനെ അറിയില്ലേ ഈ വലിക്കുന്നത് ഈ സാധനമാണെന്ന്? അവൻ അവിടെ പോയി നിന്നെന്ന് പറഞ്ഞാലും അവൻ വലിക്കാൻ തന്നെ പോയതാണ്. കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇത്തരം സാധനങ്ങൾ കൊണ്ടുപോകുമ്പം എന്തായാലും കൂട്ടിന് പോയി നിൽക്കില്ല. വലിക്കുന്നവർ മാത്രമേ ഒരുമിച്ച് പോകൂ. ഇത് ഉപയോഗിക്കുന്നവരെ പരസ്പരം അറിയാനും കഴിയും. അറിയാതെ കൂടെ പോയി ചാടിയെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പൊ വേറെ ആരുടെങ്കിലും പോക്കറ്റിൽ നിന്നോ അങ്ങനൊന്നും അല്ല പിടിച്ചേക്കുന്നത്, വണ്ടിയിൽ നിന്ന് കൂടോടെയാണ് പിടിച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? അതും നിസ്സാരമൊന്നുമല്ല, 10-20 കിലോ സാധനം ഉണ്ടായി. സോ എന്തായാലും അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങൾ ന്യായീകരിക്കുന്നതിന് ഞാൻ വലുതായിട്ട് കുറ്റം പറയത്തില്ല. നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി ഓർത്തൊക്കെ ഇതാവും. പക്ഷെ ഇതിനെല്ലാം മുസ്ലിങ്ങളാണ് കാരണം. ഇവിടെ എന്ത് ക്രൈം നടന്നാലും അത് മുസ്ലിങ്ങളുടെ തലയിൽ കൊണ്ടിടാൻ നോക്കുന്ന പാർട്ടി സംവിധാനത്തിലെ ചില രീതികളും ഒക്കെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഉള്ളിലൊരു സഖാവ് ഉണ്ടായോണ്ടാ പറയുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.